ഗോവിന്ദചാമി ജയിൽ ചാടിയതിനു പിന്നിൽ പോലീസിന്റെ വലിയ പിഴവുകൾ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളുടെ പ്രധാന ആശയം. സൗമ്യ വധക്കേസിൽ പ്രതിയായ ഗോവിന്ദചാമി പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുകയോ ജയിലിൽ നിന്ന് ചാടുകയോ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനാൽ തന്നെ ഈ സംഭവത്തെ ഒരു വലിയ സുരക്ഷാ വീഴ്ചയായി അന്വേഷിക്കുന്നുണ്ട്. കൃത്യമായ കസ്റ്റഡി മേൽനോട്ടം ഇല്ലായ്മയാണ് ആദ്യമായി പറയേണ്ടത്. അത്ര വലിയ ക്രിമിനൽ ചരിത്രമുള്ള വ്യക്തിയെ കസ്റ്റഡിയിൽ വെച്ച് മുഴുവൻ സമയം നിരീക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ പോലീസിന്റെ ഭാഗത്തു നിന്ന് മന്ദഗതിയാണ് കണ്ടത്. രണ്ടാമതായിട്ട് ജയിൽ സുരക്ഷാ ക്രമങ്ങളിൽ ഉള്ള വീഴ്ചകളാണ്. ജയിൽ ചാടാനാകുമെന്ന് പ്രതിക്ക് തോന്നിയത് തന്നെ അതിന്റെ തെളിവാണ്. അത് അയാൾക്ക് സാധ്യമായത് സുരക്ഷാ സംവിധാനങ്ങൾ കുറഞ്ഞതുകൊണ്ടാണ്. അടുത്തതായി പറയാനുള്ളത് ജയിൽ അധികൃതരുമായി പോലീസിന്റെ ഏകോപനക്കുറവാണ്. ജയിൽ അധികൃതർ, കസ്റ്റഡി പോലീസ്, ഗാർഡുമാർ എന്നിവർക്കിടയിൽ തികഞ്ഞ ഏകോപനം ഉണ്ടായിരുന്നെങ്കിൽ അത്ര എളുപ്പത്തിൽ പ്രതി രക്ഷപ്പെടില്ലായിരുന്നു. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി പോലീസ് വിഭാഗം അടിയന്തരമായി ഒരു അന്വേഷണ സംഘം രൂപീകരിച്ച് ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും വിശദമായ വിശദീകരണം ആവശ്യപ്പെടുകയും തക്ക നടപടികൾ എടുക്കുകയും വേണം. മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്.